ഹായ്. ഞാനേ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടു കേട്ടോ. അതിൽ മോഹൻലാലും പിന്നെ ശോഭനയും അടിപൊളിയായിട്ടുണ്ട്. അവരുടെ പേരൊക്കെ കാണാൻ ഒരു രസമുണ്ട്. പക്ഷെ എന്താ അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയട്ടെ, ഈ ലാലേട്ടനും ശോഭനയും ജീവിക്കുന്ന സാഹചര്യം കാണിക്കാൻ വേണ്ടിയിട്ട് വളരെ അഴുക്ക് പിടിച്ച ഒരു വീടാണ് കാണിക്കുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ അതേപോലെ ശോഭന ഉടുക്കുന്ന സാരിയെല്ലാം ഇങ്ങനെ വളരെ ഇങ്ങനെ കഞ്ഞിയൊന്നും മുക്കാതെ ഇങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിൽ. അപ്പം എന്താന്ന് പറ്റണേന്നറിയോ, അവരുടെ ആ പേഴ്സണാലിറ്റിക്കും ആ ഒരു ക്യാരക്ടറുമായിട്ട് അങ്ങോട്ട് എനിക്കാണ് തോന്നിയതാട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും, എനിക്ക് അങ്ങനെ തോന്നി, കണ്ടിരിക്കാൻ തോന്നിയില്ല. ഭയങ്കര അഴുക്കാക്കി വെച്ചിരിക്കുന്നു വീട്. അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഞാൻ പറയുന്നത് പണം കുറവായിരിക്കാം ആളുകൾക്ക്, പക്ഷേ അവർ എന്ന് കരുതി അവർ ദരിദ്രമാണ് അവരുടെ അവസ്ഥയെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹട്ട്സ് എന്ന് വിളിക്കാവുന്ന കാറ്റഗറിയിലുള്ള വീടുകളല്ലായിരുന്നോ പണ്ട്? പൈസ അധികമില്ലാത്തവരും കർഷകരും കാർഷിക പണിക്ക് പോകുന്നവരും വീട്ടുപണി അധികം ആള് അങ്ങനെ പോവാറില്ല കേട്ടോ. നാട്ടിലൊന്നും ആരും എത്ര ഇത് ആണെങ്കിലും വീട്ടുപണിക്ക് അധികം പോവാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും വന്ന് അധികവും പറമ്പിലെ പണിക്കും പാടത്തെ പണിക്കൊക്കെ എല്ലാവർക്കും പോകാൻ ഇൻട്രസ്റ്റാണ്. പക്ഷെ വീട്ടിൽ തുണി കഴുകാനാണെങ്കിൽ വെളുത്തേടന്മാരുണ്ടാവും അല്ലേ, അവർ വരും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും അങ്ങനെയാണ് വരുന്നത്, അലക്കുകാർ അവർ വന്നിട്ടാണ് അലക്കുന്നത്. അപ്പോൾ അത് ആ പാറുവേലത്തി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, വേലന്മാരെന്ന് പറയും. അവർ വരും, അവരുടെ ആ ഒരു സംസ്കാരം അതാണ്, അവരുടെ രീതി അതാണ്. പണ്ട് ഇന്ന ജാതി ഇന്ന ഇതെന്നൊക്കെ വെച്ചിരുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഒരു തൊഴിൽ ചെയ്യാനാണ് അല്ലേ. അത് ഇപ്പം പറഞ്ഞു വന്നപ്പോൾ ശോഭനയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഇത് പറയണത് എന്തിനാന്ന് വെച്ചാൽ, അവരുടെയൊക്കെ വീടുകൾ ഞാൻ പോയിട്ടുണ്ട്. വെറുതെ ആരും വിളിക്കാനൊക്കെ പോകും. എന്ത് വൃത്തിയായിട്ടാണ് വെക്കുന്നതെന്നറിയോ, വീടൊക്കെ അടിച്ച് തളിച്ച്. അതേപോലെ ഞങ്ങളുടെ വീടിന് തൊട്ടിപ്പുറത്ത് തന്നെ പുന്നിച്ചെടുത്തി എന്ന് പറഞ്ഞിട്ട് അവർ ഇതുപോലെ തന്നെ ഒരു ചെറിയ ചായക്കടയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ അവരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ കുഞ്ഞിച്ചെഴുത്തിയുടെ ഭർത്താവിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു. ആ മോളെ വിളിക്കൂ, മരിക്കുന്ന നേരത്തെ ആ ചേട്ടൻ കിടന്ന് കരഞ്ഞത് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഴയ വീഡിയോ എടുത്ത് നോക്കൂ. ഇന്ത്യൻ റുപ്പി എൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ റുപ്പി പ്ലസ് ആകാശ് അഥേന ടോക്സ് എന്ന് പറഞ്ഞാൽ വരും. അത് അങ്ങനെയാണ് സെർച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഏതെങ്കിലും വീഡിയോയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പിൻ ചെയ്തൊന്നും വെക്കാറില്ല. നോക്കട്ടെ പിൻ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ അങ്ങനെയാണെങ്കിൽ എടുത്ത് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. പറഞ്ഞു വന്നത്, അവരുടെ വീട് എങ്ങനെയാണെന്നറിയോ, ഒരു മുറി, ആ മുറിക്ക് മാത്രം വാതിലുണ്ട്, മുമ്പിലേക്കും പുറയിലേക്കും അടച്ചുറപ്പുള്ള ഒരു മുറി. അതുപോലും തേച്ചിട്ടില്ല, മണ്ണ് കൊണ്ടാണ് തേച്ചിരിക്കുന്നത്. മണ്ണ് കുഴച്ച് പേസ്റ്റ് പോലെ ആക്കി തറ വന്നിട്ട് ചാണകം മെഴുകിയിരിക്കുകയാണ്. ബാറ്ററിയുടെ കരിയൊക്കെ എടുത്തിട്ട് ആണ് മെഴുകുന്നത്. വീട്ടിൽ റേഡിയോയുടെ ബാറ്ററി പഴയത് കിടക്കണ്ടോയെന്ന് ഒന്ന് ചോദിക്കും എപ്പോഴും തറ മെഴുകാനായിട്ട്. അതിപ്പോൾ കറുത്ത് കിട്ടും അത്ര. കൈ വെച്ചാൽ ചെയ്യണതെന്ന് ആലോചിച്ച് നോക്കൂ. പാർക്കുട്ടി ചെടുത്തി, അതെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പണ്ട്, പാർക്കുട്ടി ചെടുത്തി അച്ഛമ്മയുടെ സഹായിക്കാൻ വരുന്ന അച്ഛൻ്റെ അമ്മയെ. അപ്പോൾ ആ ചെടുത്തിയുടെ വീട്ടിലും ഇങ്ങനെയായിരുന്നു തറ. വൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പൊടിയോ പൊടി മീൻസ് ഇങ്ങനെ എന്തെങ്കിലും പാറിപ്പറന്ന് കിടക്കും ഒന്നുമില്ല. ഹേ ആണെന്ന് ഓർക്കണം, വൈക്കോലാണ് മേഞ്ഞിരിക്കുന്നതെന്ന് ഓർക്കണം. ഞാൻ അവിടെ പോയിരിക്കും കുറേ നേരം വർത്താനം പറയാനായിട്ട്. അമ്മ സ്കൂളിൽ വരുന്നതിന് മുമ്പേ ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ചേച്ചിയുടെ മകളുണ്ട്, ചന്ദ്രു ചേച്ചി എന്നാണ് വിളിക്കണേ. ആ ചേച്ചിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനായിട്ട് അവിടെ പോയിരിക്കും. അപ്പോൾ ഈ തറം നന്നായിട്ട് മെഴുകി വൃത്തിയാക്കിയിട്ട് അവരുടെ പാതകമൊക്കെ കാണും. താഴെ ഇരുന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അതുപോലും എന്ത് വൃത്തിയായിട്ട് മണ്ണ് വെച്ച് തേച്ചിട്ടേ, ഇങ്ങനെ ചിരട്ട വെച്ചേക്കുവാ, ചിരട്ടയുടെ മുകളിൽ കൂടി മണ്ണ് വെച്ച് തേച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തുവാണ് ചിരട്ട വെച്ചിട്ട് മണ്ണ് മാറ്റിയതാണ് എന്താണെന്ന് എനിക്കറിയില്ല. ആ ഷേപ്പാണ്, ആ ചിരട്ടയുടെ ഷേപ്പ് ഇങ്ങനെ 3 എണ്ണം. എന്നിട്ട് അതിലാണ് പുട്ടൊക്കെ ഉണ്ടാക്കണം, പുട്ടുകുട ഒക്കെ വെച്ചിട്ട്. എനിക്കൊക്കെ പുട്ടൊക്കെ ഞാൻ അവിടെ നിന്ന് കഴിക്കും. അപ്പോൾ വെല്ലുമിച്ച് പറയും, മോനെ അവർക്ക് മാത്രമുള്ളതായിരിക്കില്ലേ, ഇത് കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതൊക്കെ തന്നയച്ചിട്ടുണ്ട്, അരിയൊക്കെ തന്നയച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് കൊടുക്കാനായിട്ട്. അവർ പച്ചരി അവർക്കപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കട്ടെ, ഞാനവിടെ പോയിരുന്ന് കഴിക്കണമായിരുന്നേ. അപ്പോൾ അമ്മ വരുന്നതിന് മുമ്പ് ഞാൻ വീട്ടിൽ ചെല്ലും. അമ്മ 4:30-5 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ മോൾ ടീ എന്ന് പറഞ്ഞ് വിളിക്കണേ എനിക്ക് കേൾക്കാം അവിടെ നിന്ന്. അപ്പോഴേക്കും ഓടും, ദേ അമ്മ സ്കൂളിൽ നിന്ന് വന്നോട്ടോ പോയിക്കോ എന്ന് പറയും അവർ. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, സാമ്പത്തിക സ്ഥിതി കാണിക്കാൻ വേണ്ടിയിട്ട് അഴുക്ക് വീടുകൾ കാണിക്കരുത് അല്ലേ.
അതൊരു കൊള്ളാവുന്നൊരു സിനിമയാണ്, ഒരു പ്രത്യേകതയുള്ള സിനിമയാണ്. പക്ഷെ നമുക്കൊരു ഫീൽ ഗുഡ് ഒന്നുമല്ല, മൊത്തം നെഗറ്റീവാണ് അതിനകത്ത്. പക്ഷെ സിനിമ നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ എന്താ പറയുക, എമ്പുരാൻ ഹൈപ്പൊന്നും ഇല്ലെങ്കിലും ഒരു സിനിമ എന്നുള്ള രീതിയിൽ ലാലേട്ടനെ കണ്ടിരിക്കാം, ശോഭനയെ കണ്ടിരിക്കുക ഒക്കെ ചെയ്യാം. പക്ഷേ ഒരു ദരിദ്ര ചുറ്റുപാട് അങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ അഴുക്കാക്കി കളഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല. അല്ല, ഫിനാൻഷ്യലി കുറച്ച് ബാക്ക്വേർഡാണെന്ന് കാണിക്കാനായിട്ട് വീടുകൾ അഴുക്കാക്കരുത് അല്ലേ? നമുക്കത് കണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാട്ടോ, അതെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവില്ല. ഞാനൊരു നരേറ്റീവ് തരുന്നതുമല്ല, ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. വീടുകൾ എന്ന് പറയുന്നത് എപ്പോഴും ശുചിത്വമുള്ളതായിരിക്കണം അല്ലേ? കുപ്പ കൂട്ടിയിടരുത്, അവിടെ ഇവിടെ എന്താ പറയണ, മരത്തിൻ്റെ ഇലകൾ വീഴരുത്. അപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിൽ പിന്നെ പറയണ്ട, തുണികളാണ് ഫ്ലാറ്റിലെ പ്രശ്നം. അവിടെ എവിടെയും തുണി കൂട്ടിയിടരുത്. നമുക്കൊരു പ്രത്യേക സ്ഥലം, ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ തന്നെ വെക്കുക. കട്ടിൽ കുറച്ച് ഇട്ട് ഉപയോഗിക്കാത്ത കട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയിൽ കുറേ അങ്ങനെ വെക്കരുത്. ഒരു ഭംഗിയുള്ള കാര്യമല്ല അല്ലേ? അപ്പോൾ തുടരും സിനിമ നിങ്ങൾ പോയി കണ്ടോളൂ കേട്ടോ. ഒരു വ്യത്യസ്തമായ ഒരു സിനിമയാണ്, ഇച്ചിരി ക്രൈം ത്രില്ലറൊക്കെയാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീടുകളെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, ഹട്ട്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഉണ്ടായിരുന്നില്ലേ പണ്ട്, കുടിലുകൾ എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ എവിടെയോ പോയില്ലേ. ഇപ്പം പാലക്കാട് അങ്ങ് ഉള്ളിലേക്ക് കൊല്ലങ്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെയൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷെ കെട്ടിമേയുന്ന വീടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓടിട്ട വീടുകളൊക്കെ റീൽസിലൊക്കെ കാണാം. എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു ദിവസം ഒരു കൊല്ലങ്കോട് ഇങ്ങനെ ഒന്ന് ട്രിപ്പൊക്കെ പോയിട്ട് വരണം എന്ന്. അപ്പോൾ ആരൊക്കെയോ പറയണ്ടായിരുന്നു, അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വെറുതെ ഞങ്ങളുടെ ഗ്രാമം കാണുന്നത് ഞങ്ങളുടെ ലൈഫാണ്, അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബോട്ടിലും അതും ഇതൊക്കെ ഇട്ടിട്ട് പോകും അത്ര വന്നിട്ട്. അതാണ് ഏറ്റവും വലിയ മോശം. അവരുടെ ഹാബിറ്റായിട്ടാണ് അത് അവരുടെ ആ ആവാസ വ്യവസ്ഥയെ പോയിട്ട് നമ്മളത് കുളവാക്കിയിട്ട് വരരുത്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാനൊരു കഥയിൽ പറഞ്ഞിട്ടുണ്ട്, ആനയില്ലേ, ഈ ആനകൾ ഒരുപാടുണ്ട്. പാലക്കാടൻ ചുരം അവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ആനകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് ടൂറിസ്റ്റുകൾ പോയിട്ട് ഒരു ആനയുടെ കഥ ഞാൻ പറഞ്ഞിരുന്നു. പോയിട്ട് ആ ആവാസ വ്യവസ്ഥിതിയെ നമ്മൾ പിടിച്ചു കുലുക്കി കളഞ്ഞിട്ട് ഉണ്ടായ പ്രശ്നം, ഈ ബീർ ബോട്ടിലൊക്കെ വലിച്ചെറിയും ഈ ആൺകുട്ടികളും ശരി ഇങ്ങനെ വെള്ളമടിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് കാടിൻ്റെ ഇതിലിരുന്ന് വെള്ളമടിക്കാൻ പോകില്ലേ, അങ്ങനെ പോയിട്ട് ചെയ്യാൻ പാടണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല, അങ്ങനെ ഒരു കാരണം പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അവരങ്ങനെ പോയിട്ട് ഈ ബീർ ബോട്ടിൽ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞു. അപ്പോൾ ഈ ആനയുടെ കാലിനൊരു പ്രത്യേകത ഉണ്ട്, ഇത്ര മണൽച്ചാക്ക് പോലെയാണ്. അതിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പതിഞ്ഞ് ഇത്രയും വലിയ ശരീരമല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു കാലിന് അതിൻ്റെ ഉള്ളിൽ മണൽ പോലെ ആയിരിക്കും അത്ര. അപ്പോൾ ഈ ബിയർ ബോട്ടിൽ കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് പോയി അതങ്ങോട്ട് സ്റ്റക്കായി. അപ്പോൾ ഈ ആനകൾ നടക്കാൻ പറ്റാതെയായിട്ട് ഈ ആന കിടക്കുകയുമില്ല, കിടന്നാൽ അത് ചെരിയും എന്നാണ് പറയണത്. കാരണം പിന്നെ എണീക്കാൻ പറ്റില്ല, അതിന് നടന്നു പോയി ഭക്ഷണം എടുക്കണ്ടേ. അതിന് കുറച്ച് ഭക്ഷണം മതിയോ, മോളിൽ നിന്നൊക്കെ പനമ്പട്ടയും ഇതൊക്കെ വലിച്ചു കുറച്ചല്ലേ അത് കഴിക്കുന്നത്. വെള്ളം കുടിക്കണം, ദൂരം വെള്ളം വേണം, അപ്പോൾ നടന്നു പോകണ്ടേ പോണ്ടിൻ്റെ അടുത്തേക്ക്. അപ്പോൾ കിടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ പറ്റില്ലെങ്കിൽ ആന ചെരിഞ്ഞു എന്നല്ലേ പറയാ, ചത്തു എന്ന് പോലും നമ്മൾ പറയില്ലല്ലേ, അത്ര വലിയ മൃഗമല്ലേ. അപ്പോൾ ഒരു ആനയെ നോക്കുന്ന ഡോക്ടർ, ഫോറസ്റ്റ് ഓഫീസിലെ ഡോക്ടർ, അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് ഈ ആനകൾ വന്ന ഒരു കഥ ഞാൻ ഇതിന് മുമ്പ് ഏറ്റവും ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാതെ, ആന ഡോക്ടർ എന്നാണ് കഥ. ജയമോഹൻ എഴുതിയ കഥയാണ്, കഥയെല്ലാം നടന്ന കാര്യമാണ്. അപ്പോൾ ഈ ആനകൾ ഇതുപോലെ പഴുത്തിട്ട് ഒരു ആന ഇങ്ങനെ ചാരി നിൽക്കുകയാണ് ഒരു സ്ഥലത്ത്. അപ്പോൾ ഈ ഡോക്ടറെ അവിടെ എത്തിക്കണ്ടേ. ആനക്കൂട്ടം ഈ ഡോക്ടറുടെ മണം അറിയാത്രേ, ഡോക്ടർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടർക്ക് പിടികിട്ടി. ഡോക്ടർ ഫോറസ്റ്റ് റേഞ്ചർ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ നമുക്കൊരിടം വരെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നിങ്ങൾ സ്ഥലം അറിയും? അത് ആനക്കൂട്ടം മുമ്പിൽ പോയിട്ട് നിൽക്കും, അപ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ചെന്നപ്പോൾ ഈ ആനക്കൂട്ടം ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിർത്തിയപ്പോൾ ഇത് ആനകൾക്ക് അറിയാമല്ലോ, പേടിയാണ് മനുഷ്യർക്ക്, അധികം അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ തോക്കും ഇതൊക്കെ ഉണ്ട്, കാരണം മയക്കുവെടി വയ്ക്കേണ്ടി വരുമേ, അല്ലാതെ അടുത്ത് ചെല്ലാൻ പറ്റില്ല, കാട്ടാനയല്ലേ. നോക്കുമ്പോൾ ഈ ആനക്കൂട്ടം കുറേ ദൂരം ഉള്ളിലേക്ക് കാട്ടിലേക്ക് ചെന്നു. അവർ ചവിട്ടി മെതിച്ച് പോവാണ് ഇവർക്ക് കയറാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കി അതുങ്ങളുടെ ബുദ്ധിയില്ലേ. അതായത് കാട്ടുപാത പോലെ ഉണ്ടാക്കണ്ടേ, കാടിൻ്റെ ഉള്ളിലോട്ടാണേ. അപ്പം ആ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ആനക്കൂട്ടം വഴി ഉണ്ടാക്കുന്നു. അത്ര ബുദ്ധി അതിന്. അവിടെ ചെന്നപ്പോൾ ഇത് ആന ചാരി നിൽക്കുകയാണ്. അപ്പം തന്നെ ദൂരെ നിന്നിട്ട് മയക്കുവെടി കൊടുത്തു. ഇവരങ്ങ് അവർക്ക് അറിയാം, അവരല്ലേ വിളിച്ചുകൊണ്ടുവന്നത്. ദൂരെ അങ്ങ് പോയി നിന്നു ഈ ആനകൾ. എന്നിട്ട് ഈ ഡോക്ടർ അടുത്ത് ചെന്ന് കുറേ
പഴുപ്പുണ്ടായിരുന്നു. ഇങ്ങനെ കൈ വെച്ചിങ്ങനെ അതെല്ലാം എടുത്ത് കളഞ്ഞ് ഗ്ലൗസ് കെട്ടിട്ട് നിറച്ച് പുഴുവില്ലേ ഈ മാംസം തിന്നുന്ന, അതിനെന്താ പറയുക, ആ ആൻറ്റില്ലേ, അതിനൊരു പേരുണ്ടല്ലോ, ശവന്തീനി ഉറുമ്പുകൾ. അത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, അത് തീർന്നു എന്നാണ് അർത്ഥം. ആ ആനയുടെ കണ്ണീന്ന് വെള്ളം ഒഴുകായിരുന്നു എന്ന്. എന്നിട്ട് നിറയെ പില്ലോ കണക്കിന് പഞ്ഞി ഇടിച്ച് കയറ്റി ആന ഇങ്ങനെ കരയുന്നു, ഇങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. കാരണം വേദനയല്ലേ, ചിലപ്പം മൃഗമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും, വല്ലതും ചെയ്താലോ എന്ന് ഓർത്തു. അങ്ങനെ 5-6 ദിവസം ഇവർ ചെന്ന് ഇതേ പ്രക്രിയ ആവർത്തിച്ചു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുക രാത്രി വീട്ടിൽ, ഈ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ കാട്ടിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ഭയങ്കര മണം ആനയുടെ. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞേ, ആനകൾ വന്നിട്ടുണ്ടല്ലോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ ഇരുട്ട് കുറ്റാക്കുരുട്ട്, കുറച്ച് ഇങ്ങനെ ഈ ടോർച്ച് ഉണ്ടല്ലോ അത് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ റോഡ് നിറഞ്ഞ ആനക്കൂട്ടം. ഈ ഡോക്ടറെ കണ്ടതും ആ കാല് കെട്ടിവെച്ച ആനയുണ്ടായിരുന്നു അതിനകത്ത്, അത് മനസ്സിലാവും. നടക്കാറായപ്പോൾ വന്നിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് ചിഹ്നം പിടിച്ചു ഉത്തര പൊക്കിയിട്ട്, എന്നിട്ട് ആ റോഡിലങ്ങ് ഇങ്ങനെ കണ്ടിട്ടില്ലേ ആനകളിങ്ങനെ ബൗ ചെയ്യണ പോലെ. എന്തൊരു അനുഭവമായിരിക്കും അല്ലേ. ഞാനപ്പോൾ ഇത് പറഞ്ഞു വന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ആവാസ വ്യവസ്ഥിതികൾ നമ്മൾ ഒരുപാട് കളഞ്ഞു കഴിഞ്ഞാലേ ഭയങ്കരമാണല്ലേ. നമ്മൾ അതൊന്നും മനസ്സിലാക്കണം. അപ്പോൾ ഈ ഹട്ട്സിനെ പറ്റി പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ ആനയുടെ കാര്യം പറയുന്നത്. അപ്പം ഈ ഹട്ടുകളൊക്കെ കാണണമെങ്കിൽ ഇപ്പോൾ അവിടെ പോകണം. ആരെങ്കിലുമൊക്കെ അവിടെ ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊന്ന് എഴുതണോട്ടെ. എന്തെങ്കിലും ഒരു ദിവസം ഞാനതിൽ വണ്ടി പിടിച്ച് വരും. ഒരു ദിവസം മുഴുവൻ എനിക്ക് അവിടെ ഇരിക്കണം, വെറുതെ കട്ടൻ ചായയും അവിടെയുള്ള ചായക്കടകളൊക്കെ ഇല്ലേ അവിടെ കുടിച്ചിട്ട് ഒരു പൊതിച്ചോറുമായിട്ട് പോകാം. കാരണം അവിടെ കിട്ടുമെന്ന് അറിയില്ല. ഇപ്പം ടൂറിസമൊക്കെ ഡെവലപ്പായിട്ട് അതൊക്കെ ഉണ്ടാവും അല്ലേ. വേണമെങ്കിൽ ചന്ദ്രന് പോലും ചായക്കട വെക്കുന്ന പാർട്ടീസാണ് നമ്മൾ, എന്താണ്, മലയാളീസ് അല്ലേ. സോ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. 2 ദിവസം കൊണ്ട് എനിക്ക് വീട്ടിൽ അരവിന്ദ് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ പിടിക്കാനുള്ള സാവകാശവും കിട്ടില്ല. അത് ചെയ്യാനുള്ള ഒരു എന്താ പറയുക എൻവിറോൺമെൻറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ 2 ദിവസം ഇട്ടില്ല കേട്ടോ. തിങ്കളാഴ്ചയ്ക്ക്, ഇന്ന് തിങ്കളാഴ്ച, അതുകൊണ്ട് എനിക്ക് സമയം കിട്ടി നല്ലപോലെ പിടിക്കാനും പറ്റി. ഇപ്പം മനസ്സിലുള്ളത് ഇങ്ങനെ വരികയും ചെയ്യുമല്ലോ പറയാനായിട്ട്. പിന്നെയും മനസ്സിൽ നിന്ന് എന്തോ പറയാൻ വന്നത് പോയി. അപ്പോൾ ഈ തരത്തിൽ വൃത്തിയായിട്ട്, അതായത് ചാണകം മെഴുകിയും നല്ല നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന വീടുകൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു കുളിർമയില്ലേ. അപ്പോൾ അതുപോലെ ഒരു കുളിർമയുള്ള നല്ല ഭംഗിയുള്ള വീടൊക്കെ വെച്ചിട്ട് ആയിരുന്നു ആ മൂവിയെങ്കിൽ, എൻ്റെ അഭിപ്രായമാണ്. തരുൺ മൂർത്തി എന്ന് പറയുന്ന സംവിധായകൻ്റെ മനസ്സിൽ വിരിഞ്ഞതാണത്. പിന്നെ പൊടിപ്പിക്കുന്ന മില്ലാണ് ശോഭനയ്ക്ക് കേട്ടോ. അപ്പോൾ സാധാരണ പൊടിപ്പിക്കുന്ന മില്ലിൽ എങ്ങനെയായിരിക്കും ഇരിക്കുക, അതുപോലെ ഉള്ള ഡ്രസ്സും അതൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ഷർട്ടും അതൊക്കെ ഇട്ടിട്ട്. അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് കുളിച്ചിട്ട് ഒരു സെറ്റും മുണ്ടൊക്കെ കൊടുത്തിരിക്കുന്ന കാണുമ്പോൾ ശോഭന, അങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എന്തൊരു ശോഭനമായിരുന്നിരിക്കുകയല്ലേ. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഹട്ടും പിന്നെ ദരിദ്രാവസ്ഥയും ഒന്നും വൃത്തിഹീനമായിട്ട് കാണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം മൂവീസ് ആർ പോയിന്റേഴ്സ്. അപ്പോൾ ഒരു വൃത്തി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെ അത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അല്ലേ. ഇതൊരു ചെറിയ ടോപ്പിക്ക്, ഒരു തോട്ട് പ്രൊവക്കേഷൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം വൃത്തിഹീനം എന്ന് പറഞ്ഞാൽ പണമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിൽ സിനിമകൾ പിടിക്കരുത് അല്ലേ. വൃത്തിഹീനതയും പണമില്ലായ്മയും കൂടി കൂട്ടിക്കുഴയ്ക്കരുത് അല്ലേ. വൃത്തിയുള്ളതും ആയിട്ട്, പിന്നെ ഭയങ്കര കാശുള്ള ആൾക്കാരും കണ്ടിട്ടില്ലേ വൃത്തികേടായിട്ട് വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ. അപ്പം അങ്ങനെ ഒരു തരംതിരിവ്. അതേപോലെ തന്നെ ഈ കുറച്ച് ഡാർക്ക് സ്കിൻഡ് ആണെങ്കിലില്ലേ വേലക്കാരിയുടെ റോള് കൊടുക്കുക, ഇതൊക്കെ ഒന്ന് മാറ്റണം സിനിമയിൽ നിന്ന്. എന്നാലാണ് എന്താ വെളുത്ത ആൾക്കാർക്ക് വീട്ടിൽ ജോലിക്ക് പോകാൻ പറ്റില്ലേ, അങ്ങനെ വിചാരിക്കണ്ടേ അല്ലേ. അതൊക്കെ ഈ ഒരു നരേറ്റീവൊക്കെയാണ്. അതായത് മഞ്ജു പത്രോസ് എന്ന് പറഞ്ഞൊരു കുട്ടീനെ പറ്റി അന്ന് പറഞ്ഞില്ല, അവർ പറയണ്ടായിരുന്നു ഒരു ഇതിൽ മിക്കവാറും അങ്ങനത്തെ റോളേ വരുള്ളൂ എന്ന്. ഇതൊക്കെ എന്താണത്, ഇതൊക്കെ മാറ്റേണ്ട സമയമായില്ലേ. നമ്മൾ ഇപ്പം എൻ്റെ കളറുണ്ടല്ലോ, എനിക്ക് ഇത്രയേ ഉള്ളൂ കളറ്. അപ്പോൾ എൻ്റെ സിനിമയിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് വക്കീലിൻ്റെ റോള് തരില്ലായിരിക്കും അല്ലേ. അവർ പറയായിരിക്കും ചേച്ചിക്ക് വേലക്കാരിയുടെ റോള് തരാൻ പറയാം. എന്നാൽ ആലോചിച്ച് നോക്കൂ, ലുക്കിൽ എന്നേ ഉള്ളൂ, ശരിക്കും വക്കീലാണെന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മുടെ സലീം കുമാർ. ഇതൊക്കെ ഈ ഒരു തരം നെറേറ്റീവ്സൊക്കെയാണ് സിനിമയിലൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. അല്ല, ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു നാരേറ്റീവ് ക്രിയേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം.
ഒരു സിനിമ പിടിക്കാൻ വരെ തോന്നുന്നുണ്ട് എനിക്ക്. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു കഥ, നോക്കട്ടെ, നമുക്കും പിടിക്കണമല്ലേ ഒരു സിനിമ. പക്ഷേ ഈ സിനിമ പിടിക്കുക എന്ന് പറയുന്നത് ഒരുപാട് നഷ്ടക്കച്ചവടമൊക്കെ ആയതുകൊണ്ട് ആരും ഇതിനകത്തേക്ക് ഇറങ്ങാത്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ വൃത്തിയും ദാരിദ്ര്യവും സിനിമയും ഇതാണ് എൻ്റെ വിഷയമെന്ന്. സോ ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിക്കാതിരിക്കും സംവിധായകരെ എന്നാണ് എനിക്ക് പറയാനുള്ളത്, അല്ലേ? ചേച്ചി ആരാ ഇതൊക്കെ പറയുന്നത്? ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുമായിരിക്കും. എനിക്ക് പറഞ്ഞുകൂടെ? അതിനാണല്ലോ ഈ പേജും യൂട്യൂബും, അല്ലേ? സോ ചിയേഴ്സ്. നാളെ കാണാം വേറൊരു ടോപ്പിക്കുമായിട്ട്. ബൈ. സിനിമ പക്ഷെ നല്ലതാട്ടോ, കണ്ടോളൂ, തുടരും.